പരാതിക്കാരി എന്റെ ഭർത്താവ് എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെതിരെ ക്രിമിനൽ കേസ് ഇടേണ്ട കേസിൽ അൻസിബ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതിൽ കഴമ്പുണ്ട്. ആ കുട്ടിയെ വിളിച്ചു വരുത്തി 2-3 മണിക്കൂർ അവിടെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേവർ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ ഒക്കൂല. ഈ പോലീസ് ഓഫീസർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം. റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആണ് 126 BNS. റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ് 127 BNS. അത് കാശ് കൊടുത്ത് കാണാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമോ മറ്റു സ്വാധീനങ്ങളോ കാണും. ഒരു ക്രിമിനൽ ഇന്റിമിഡേഷനിലൂടെയാണ് 351 ഒരു ക്രിമിനൽ ഇന്റിമിഡേഷനിലൂടെയാണ് പോലീസുകാര് എതിർ ഹർജിക്കാരുടെ പ്രസൻസ്. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി പ്രിയ മോഞ്ചം സുഹൃത്തുക്കളെ നല്ല പടലം തേഞ്ഞൊട്ടും. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്രിമിനൽ കേസ് അടക്കമുള്ള ലക്ഷ്മി പ്രിയ എങ്ങനെ അമ്മ എന്ന സംഘടനയിൽ സ്ഥാനത്ത് കയറി? ആരെവിടെ മത്സരിപ്പിച്ചു? അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ശ്വേതാമേനോൻ അടക്കം പെടം കഥാകഥ. ജസ്റ്റിസ് ഫോർ അൻസിബ, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇവിടെ 100-110% അൻസിബയാണ് ശരി എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പുറത്തു വരികയാണ്. ഒരു കുറ്റവും ചെയ്യാത്ത അവളെ പിടിച്ച് 3 മണിക്കൂറോളം സ്റ്റേഷനിലിരുത്തി ഇവളുമാരെല്ലാം കൂടി വ്യാജ പരാതിയും കൊടുത്ത് പോലീസിന്റെ കയ്യും ഈ ലക്ഷ്മി പ്രിയയുടെ കയ്യും കാലും ഒക്കെ ആയിട്ട് അവളെ അങ്ങോട്ട് മാക്സിമം ഹരാസ് ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോ സത്യം, ന്യായം, നീതി എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് പുറത്തോട്ട് വരികയാണ്. വരുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി പ്രിയ അടക്കം തേഞ്ഞൊട്ടുകയാണ് സുഹൃത്തുക്കളെ. 20,16,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് ലക്ഷ്മി പ്രിയ. ഒരു പാവപ്പെട്ട പ്രൊഡ്യൂസർ യവനെ മുഞ്ചിച്ച്. എന്നിട്ട് വിഷയമായപ്പോ ഈ പ്രൊഡ്യൂസറിന് ഒരു ബൗൺസായ ചെക്കും കൊടുത്ത് വീണ്ടും പറ്റിച്ച്. ഈ ചെക്കിലൊരു പേരുണ്ടായിരുന്നു, ഒരു പേര്. ആ പേര് ഞാൻ അങ്ങോട്ട് ഒന്ന് പറയാം അല്ലേ. ആ പേര് പറയുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആ പേരും കാര്യങ്ങളൊക്കെ അറിയണം, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എങ്കിലും ഞാൻ പറഞ്ഞേക്കാം. സബീന ജയേഷ് അലിയാസ് ലക്ഷ്മി പ്രിയ. ആരാണ് ഈ സബീന ജയേഷ് ഏലിയസ് ആയിരിക്കും. ലക്ഷ്മി പ്രിയ സബീന എന്ന ഒരു ലേഡിയാണ് ലക്ഷ്മി പ്രിയ ആയി മാറിയത്. അതായത് ലക്ഷ്മി പ്രിയ ആദ്യം മുസ്ലിം ആയിരുന്നു, സബീന നല്ല പേരായിരുന്നു. പിന്നെ ഭർത്താവിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ലക്ഷ്മി പ്രിയ ആയി മാറിയത്. നല്ല കാര്യം, അടിപൊളി. അതൊന്നും നമ്മളെ വിഷയമില്ല, നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷെ അറിഞ്ഞാൽ പിന്നെ അത് പറയണമെന്നാണല്ലോ. കാരണം ബൗൺസായ ചെക്കിലെ എഴുതിയിരുന്ന പേരതായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കൊള്ളാം, അടിപൊളിയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. സന്തോഷം, നല്ലതായിട്ട് പോവുക ലക്ഷ്മി പ്രിയ. എന്തായാലും ഉണ്ടതിനുള്ള സമയമായി മിക്കവാറും. എന്നാ കൊള്ളരായ്മകളാണ് ഇവളൊക്കെ കാണിച്ചു വച്ചിട്ടുള്ളത്. എന്നാ പോലെ ഉണ്ടായിപ്പോളടെ വലിയ സംഭവമാണ്. നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. ശ്വേതാമേനോൻ അടക്കം കുടുങ്ങിയേ പറ്റത്തുള്ളൂ. അമ്മ സംഘടനകളടക്കം ഈ പറയുന്ന പ്രൊഡ്യൂസർ പരാതി കൊടുത്തു, ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു, എല്ലാം മുക്കി ആരെ സേഫാക്കാൻ? ലക്ഷ്മി പ്രിയ സേഫാക്കാൻ. കൊള്ളാടാ, എല്ലാം അടിപൊളി. എന്തായാലും അടിപൊളിയായിട്ടിരിക്കട്ടെ കാര്യങ്ങൾ. ഞാനൊരു വീഡിയോ കൊടുക്കാം. ആ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ, വകുപ്പുകളടക്കം ആ സാറ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. HR മീഡിയ മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ്. ആ ചാനലിൽ കൃത്യമായിട്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെയും വന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. HR മീഡിയ മലയാളം എന്ന് പറയുന്ന ചാനലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതും നിയമത്തിന്റെ വശത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ആ ചാനലിലുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ആ ചാനൽ വാച്ച് ചെയ്യുക. അപ്പം ഞാൻ ആ ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. CCTV ക്യാമറ സ്ഥാപിക്കും, സുപ്രീം കോടതി ഇടപെടും, അൻസിബ നീ തീയാണ്, മനുഷ്യാവകാശ പ്രവർത്തകൻ അക്കമിട്ട് പറയുന്നു. BNS 126, 127, 351 സുപ്രീം കോടതി ഇടപെടും, മനുഷ്യാവകാശ പ്രവർത്തകൻ, പോലീസും പരാതിക്കാരും പെടും. അതായത് പോലീസും ഈ പറയുന്ന പരാതിക്കാരിയായ ലക്ഷ്മി പ്രിയ അടക്കം ഇവിടെ പെടും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്ന. നല്ലപോലെ പെടും, അടിപൊളിയായിട്ട് പെടും. എന്തായാലും നമുക്ക് ആ സംഭവം ഒന്ന് കേൾക്കാം. അതായത് ഒരു അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹവും മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാഡം കൂടിയാണ് ഇത് സംസാരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സാർ, അൻസിബ എന്ന കുട്ടിയെ തൃപ്പൂണിത്തുറ വനിതാ സെൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത് ഹറാസ് ചെയ്യുകയും അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ള മറുപടി ലഭിച്ചപ്പോൾ ആ കുട്ടി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും പരാതി അയക്കുകയും ചെയ്തിരിക്കുന്നു.
തനിക്കേറ്റ ഹറാസ്മെന്റിന് നഷ്ടപരിഹാരം വേണമെന്നാണ് ആ കുട്ടിയുടെ ആവശ്യം. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? പോലീസ് ഹരാസ് ചെയ്തതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാമെങ്കിലും നഷ്ടപരിഹാരം കിട്ടുന്ന കാര്യം വളരെ സംശയമാണ്. കാരണം നഷ്ടപരിഹാരത്തിന് കോടതിയെ തന്നെ സമീപിക്കേണ്ടി വരും. പോലീസ് അവിടെ ദേഹോദ്രവമൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഇരിക്കെ നഷ്ടപരിഹാരം കിട്ടുന്ന കാര്യം വളരെ സംശയകരമാണ്. കിട്ടിയാൽ പോലും അത് ഒരു തുച്ഛമായിട്ടുള്ള തുകയാകാനാണ് സാധ്യത. പക്ഷേ മറിച്ച് ഇവിടെ CCTV ദൃശ്യങ്ങൾ അവൈലബിൾ ആണോ, അവിടെ CCTV ക്യാമറ പതിപ്പിച്ചിരുന്നോ എന്നുള്ളതല്ല മുഖ്യ വിഷയം. ഒരു പരാതി ഉണ്ട്. ആ പരാതിയിൽ ഒരു ക്രൈമിന്റെ നേച്ചർ പോലും ആ പരാതിക്കകത്തില്ല. പരാതി എന്താണ്? ഒരു കൂട്ടുകാരി വേറെ ഒരു കൂട്ടുകാരിക്ക് ഇത് നിന്റെ ഫോട്ടോ ആണോ നീയും ഒരാൾ നിൽക്കുന്നത് എന്ന് അയച്ചു കൊടുത്തത് ഒരു അന്യ പുരുഷനുമായിട്ടുള്ള ഒരു ഫോട്ടോയാണെന്നിരിക്കെ അത് ആ വ്യക്തിയുടെ ഭർത്താവ് കാണുകയും അദ്ദേഹം അതിൽ രോക്ഷാകുലനായി ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു, ഭാര്യയെ തല്ലി. അതുകൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ കൂട്ടുകാരിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നാണ് പരാതിക്കാരി ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുള്ള പരാതി. അതിന്റെ പകർപ്പ് ഈ അൻസിബ എന്ന് പറയുന്ന കുട്ടിക്ക് അതിന്റെ അസൽ പകർപ്പ് RTI ആക്ട് പ്രകാരം പോലീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അൻസിബയെ BNSS 35(3) നോട്ടീസ് അൻസിബയ്ക്ക് നൽകിയിട്ടില്ല എന്നും RTI ആക്ട് പ്രകാരം മറുപടി ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പെറ്റീഷൻ രജിസ്റ്ററിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അതിന്റെ അസൽ പകർപ്പും അൻസിബയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ പോലീസിന് അൻസിബ സ്വമേധയാ ഇങ്ങ് വന്നു എന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്. പോലീസ് ഇങ്ങനെ മാഡത്തിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, മാഡത്തിന് അത് ഇവിടെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചല്ല വിളിച്ചു വരുത്തുന്നത്. പോലീസ് നിർബന്ധിച്ച് അവിടെ അവരുടെ പ്രസൻസ് ഉറപ്പാക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. വന്നില്ല എന്നുണ്ടെങ്കിൽ വയലൻസ് ഉപയോഗിച്ച്, മൂന്നാം മുറ ഉപയോഗിച്ച് വലിച്ചരച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ള ധ്വനിയിൽ സംസാരിച്ചാണ് പോലീസ് നാട്ടുകാരെ വിളിച്ചു വരുത്തുന്നത്. സിവിൽ തർക്കങ്ങളിലാണെങ്കിലും ഏത് കേസിലാണെങ്കിലും. 35(3) നോട്ടീസ് അയച്ച് പോലീസിന് നിയമപരമായി വിളിച്ചു വരുത്താൻ അധികാരമുള്ള കേസിൽ പോലും 35(3) നോട്ടീസ് അയക്കാറില്ല. ഇവിടെ വാട എന്നാണ്, വന്നില്ലെങ്കിൽ വരുത്താൻ അറിയാമെന്നുള്ള ധ്വനിയിലാണ് പോലീസ് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് ഓഡിയോ റെക്കോർഡിങ്സ് പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിയമവിരുദ്ധമായിട്ട് ഒരു ക്രിമിനൽ ഇന്റിമിഡേഷനിലൂടെയാണ് 351 ഒരു ക്രിമിനൽ ഇന്റിമിഡേഷനിലൂടെയാണ് പോലീസുകാര് എതിർ ഹർജിക്കാരുടെ പ്രസൻസ് പോലീസ് ഓഫീസുകളിൽ ഉറപ്പുവരുത്തുന്നത്. അത് ഒരു ക്രിമിനൽ കുറ്റമാണ്. പോലീസിന് എന്തെഴുതി വെപ്പിച്ചാലും നിർബന്ധിച്ച് കൊയേഴ്സ് ചെയ്ത് ഒരാളെ കൊണ്ട് ഒരു പെറ്റീഷൻ രജിസ്റ്ററിൽ ഒപ്പിടിക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ സ്വമേധയാ വന്നുവെന്നും ഞാൻ ഇങ്ങനെയാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ഒത്തുതീർപ്പ് ചെയ്തതെന്നും എഴുതി ഒപ്പ് വാങ്ങിക്കുകയാണ്. ഒപ്പ് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കക്ഷി അവിടെ നിന്ന് വിടൂല, ആ കക്ഷിയെ ഫർദറായിട്ട് ഹരാസ് ചെയ്യും. അപ്പോൾ ഈ പോലീസ് ഓഫീസർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം.
റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആണ് 126 BNS. ഓക്കെ റോങ്ഫുൾ കൺഫൈൻമെന്റ് ആണ് 127 BNS. ഓക്കെ ക്രിമിനൽ ഇന്റിമിഡേഷൻ ഉണ്ട് 351. ഈ പരാതിക്കാരിയായിട്ടുള്ള കോൺസ്പിറസി ഉണ്ട് 61 BNS. ഓക്കെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും സംക്ഷിപ്തമായിട്ടുള്ള ഒരു നടപടിയല്ല. പരാതിക്കാരി കാശ് കൊടുത്ത് കാണാനും സാധ്യതയുണ്ട്. ഓക്കെ അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമോ മറ്റു സ്വാധീനങ്ങളോ കാണും. ഓക്കെ പോലീസിന് ഇതിനകത്ത് യാതൊരു വിധത്തിലും ഇടപെടാൻ സ്കോപ്പില്ലായിരുന്ന ഒരു കേസിൽ പരാതിക്കാരി എന്റെ ഭർത്താവ് എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെതിരെ ക്രിമിനൽ കേസ് ഇടേണ്ട കേസിൽ പരാതിക്കാരിക്ക് ഭർത്താവിനെതിരെ പരാതി ഇല്ലെങ്കിൽ ഈ പരാതി എടുത്തോണ്ട് പൊയ്ക്കോളാൻ പറയണം. ഓക്കെ പരാതി എടുത്തോണ്ട് പൊയ്ക്കോളാൻ പറയണം. മറ്റ് വിഷയങ്ങളൊന്നും പോലീസ് അറിയേണ്ട കാര്യമില്ല. പോലീസിന് സെറ്റിൽമെന്റ് നടത്തുക എന്നുള്ളത് പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡ്യൂട്ടി അല്ല. ഒരു ക്രൈമിനെ സംബന്ധിച്ച് പോലീസ് ആരെങ്കിലും ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്താൽ ആരാണെങ്കിലും ആ ക്രൈം കോഗ്നൈസബിൾ ഒഫൻസ് ആണോ അല്ലയോ എന്നാണ് പോലീസ് നോക്കാനുള്ളത്. കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ ശമ്പളം പറ്റുന്ന പോലീസുകാരന്റെ ജോലി FIR രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനാണ് ശമ്പളം കൊടുത്ത് അവിടെ പോലീസിനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ കോഗ്നൈസബിൾ അല്ലെങ്കിൽ മാത്രം ലളിതകുമാരി കേസിലെ ജഡ്ജ്മെന്റ് അനുസരിച്ച് കോഗ്നൈസബിൾ അല്ലെങ്കിൽ നല്ല കോഗ്നൈസബിൾ ആണോ അല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ മാത്രം ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തി കോഗ്നൈസബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം FIR ഇടാം. എല്ലാന്നുണ്ടെങ്കിൽ കോഗ്നൈസബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് FIR ഇടാൻ പറ്റില്ല, നിങ്ങൾ കോടതിയെ സമീപിക്കണമെന്ന് രേഖാമൂലം പരാതിക്കാർക്ക് എഴുതി കൊടുക്കണം. ഓക്കെ അങ്ങനെ ഇരിക്കാൻ ഇത്തരം കേസുകൾ വന്നാൽ ഇവിടെ സെറ്റിൽമെന്റ് അല്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയെ പിടിച്ചാൽ സ്റ്റേഷനിൽ വെച്ച് സെറ്റിൽ ചെയ്യാൻ പോലീസിന് അധികാരമില്ല. ഓക്കെ ആവക തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതികളാണ്. ഓക്കെ കോടതിയുടെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ ഇവിടുത്തെ DGPക്കും ഹോം സെക്രട്ടറിക്കും അടക്കം ഒരു വ്യക്തിക്കും മുഖ്യമന്ത്രിക്കും അധികാരമില്ല. ഓക്കെ അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. ഇവര് പക്ഷേ എത്രയോ നാളുകളായി കോടതികളുടെ അധികാരങ്ങൾ കവർന്നു വെച്ചിട്ട് അത് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമായി കേരള പോലീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇവർക്ക് തർക്ക പരിഹാരം ഇവരുടെ ബിസിനസ് അല്ല. ഇവരാരെയും വിളിച്ചിട്ട് അവര് ഇങ്ങനെ താങ്കൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, താങ്കൾ സ്റ്റേഷൻ വരെ വന്ന് എതിർ കക്ഷിയുമായിട്ട് ഇരുന്ന് ചായ കുടിച്ച് സൗഹാർദ്ദത്തിൽ ഞങ്ങളുടെ മീഡിയേഷനിൽ സെറ്റിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം താങ്കൾ ഇവിടം വരെ വരാമോ എന്നല്ല പറയുന്നത്. അപ്പോൾ അവര് കൊയേഷൻ ഉപയോഗിച്ചാണ് ആളുകളെ വിളിച്ചു വരുത്തുന്നത്. ആ കൊയേഷനകത്ത് അവര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വന്നില്ലെങ്കിൽ വരുത്തുമെന്നും വന്നില്ലെങ്കിൽ മൂന്നാം മുறை പ്രയോഗിക്കുമെന്നുള്ള മെസ്സേജാണ് അവർ കൺവേ ചെയ്തത്. സ്റ്റേഷനിൽ വരണം. പല കേസുകളിലും പരാതി കിട്ടിയിട്ട് സ്റ്റേഷനിൽ വരണം. അതും സമയമൊന്നും കൊടുക്കൂല. 35(3)യിലാണെങ്കിൽ റീസണബിൾ ടൈം കൊടുക്കണം. 1-2 ദിവസമെങ്കിലും അഡ്വാൻസ് നോട്ടീസ് കൊടുക്കണം. ഇത് ഇന്ന് വൈകുന്നേരം വരണം, അല്ലെങ്കിൽ ഇപ്പോൾ വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അൻസിബ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതിൽ കഴമ്പുണ്ട്. ആ കുട്ടിയെ വിളിച്ചു വരുത്തി 2-3 മണിക്കൂർ അവിടെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേവർ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ ഒക്കൂല. ക്രിമിനൽ കേസ് കൊടുത്താൽ ഈ SHO കുടുങ്ങും. ഈ SHOയ്ക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. ഈ SHO നടത്തിയിട്ടുള്ള പെറ്റീഷൻ രജിസ്റ്ററിന്റെ എല്ലാ പെറ്റീഷൻ എൻട്രീസും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പരാതികളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എതിർ ഹർജിക്കാരെ വിളിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അവരെ എങ്ങനെയാണ് ഈ SHO വിളിച്ചു വരുത്തുന്നത്. ഇനിയും ഇതുപോലെയാണ് തുടരുന്നതെങ്കിൽ അവർക്കെതിരെ മറ്റ് പലരും നിയമ നടപടികളുമായിട്ട് പോകും. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് വരാൻ താല്പര്യമില്ല. നിങ്ങൾ 35(3) നോട്ടീസ് BNSS 35(3) നോട്ടീസ് അയച്ചാൽ എനിക്ക് 2-3 ദിവസമെങ്കിലും സമയം തന്ന് അയച്ചാൽ ഞാൻ വരും. ഇത്രയും കടുപ്പിച്ച് പറയുന്നത് കേരളത്തിൽ സാധാരണ ജനങ്ങളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്.
ഇപ്പൊ ഇത് ഞാൻ സംസാരിക്കുന്നത് കേട്ട ആളുകൾ പറയും UDF സർക്കാരിന്റെ കുഴപ്പമാണ്. ഇന്നലെ വരെ LDF സർക്കാരിന്റെ കുഴപ്പം, സർക്കാരിന്റെ അല്ല കുഴപ്പം, പോലീസിനെ നിയന്ത്രിക്കേണ്ടതായിട്ടിരിക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 0 ടോളറൻസ് വേണം ഇതുപോലത്തെ വയലേഷൻസ്. പോലീസ് ആളുകളെ എടി പോടി എന്നൊക്കെ വിളിക്കുന്നത് നിർത്തണം. അങ്ങനെ വിളിച്ചാൽ പിന്നെ തൊപ്പി വെക്കരുത്. ഞാൻ ചോദിക്കട്ടെ, സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഒരു ചീഫ് സെക്രട്ടറിയോ ഗവൺമെന്റ് സെക്രട്ടറിയോ ഇവരെക്കാട്ടുമൊക്കെ ഇവരുടെ DGPയുടെ തലയിൽ മുകളിലിരിക്കുന്ന വ്യക്തികളാണ്. അവരവരുടെ പ്യൂണിനെ നീ എന്ന് എടാന്നോ വിളിക്കുവോ? അവരെ കാണാൻ വരുന്ന ഏതെങ്കിലും ഒരു പെറ്റീഷൻ കൊണ്ടുവരുന്ന വ്യക്തിയെ എടാന്ന് വിളിക്കുവോ? കേരള ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാന്യമായിട്ട് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ തലേ തൊപ്പി കാണൂല. പക്ഷെ അത് നടപ്പിലാക്കാനുള്ള ആർജവം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നവരെ കാണിക്കണം, IAS കാണിക്കണം. മന്ത്രിമാർക്ക് ഇത് നോക്കി നടക്കലല്ല സമയം. മന്ത്രിമാർക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. ചില കേസുകൾ മാത്രം മിനിസ്റ്റേഴ്സിന്റെ മുമ്പിൽ എത്താറുള്ളൂ. അതിന് ഏൽപ്പിക്കുന്നത് നിഷ്പക്ഷമായിട്ട് അന്വേഷണം ഏൽപ്പിക്കുന്നത് ഈ ഹോം സെക്രട്ടറിയും അഡീഷണൽ ഹോം സെക്രട്ടറിയൊക്കെയാണ്. അവരവരെ ജോലി ചെയ്യണം. അവരെ സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാരെ സപ്പോർട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത്രയും ഹ്യൂമിലിയേഷൻ പെൺകുട്ടി സഫർ ചെയ്തത് കൊണ്ടാണ് ആ കുട്ടി ഇത് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. സർ, അപ്പോ ഈ CCTV ദൃശ്യങ്ങൾ കൊടുത്തില്ല, CCTV അവിടെ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? CCTV ദൃശ്യങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്ഥാപിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ സുപ്രീം കോടതി 2020 തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതിൽ പോലീസുകാർ മാത്രമല്ല എല്ലാ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളും സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതി മിനിമം 6 മാസമെങ്കിലും എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഐഡിയലി 1.5 വർഷം ഈ CCTV ദൃശ്യങ്ങൾ സേവ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഫെസിലിറ്റി ഉള്ള ക്യാമറകൾ ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം 1 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏത് സാഹചര്യത്തിലും 6 മാസത്തേക്കെങ്കിലും ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ വേണം. പോലീസ് സ്റ്റേഷനിലെ ഗേറ്റിന് വേണം, പിൻഭാഗത്ത് വേണം, ഈ വ്യക്തിയെ കൊണ്ടുപോകുന്ന എല്ലാ സ്ഥലത്തും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങളൊരു മീഡിയേഷൻ സെന്റർ ആണ്, ഇവിടെ CCTV ക്യാമറ ഇല്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് റൂമിലേക്ക് വിളിച്ചു വരുത്തുമെങ്കിൽ, പ്രതിയെ വിളിച്ചു വരുത്തുമെങ്കിൽ അവിടെയും വേണം. അപ്പൊ ഇത് വെച്ചിട്ടില്ല എന്ന് പറയുന്നതൊന്നും ന്യായീകരിക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. സാങ്കേതികമായി ഇവിടെ ഞങ്ങൾ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഉടനടി ഞങ്ങളുടെ സംഘടന അടക്കം പലരും ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നുണ്ട്. പോലീസുകാർ ഇതൊക്കെ വെക്കുന്നത് മാത്രമല്ല, പോലീസുകാർ ബോഡി ക്യാമറ അറിയണം. കേരള പോലീസ് ഒരു വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചു പേരല്ല. എപ്പോഴും മന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ പറയുന്ന കുറച്ച് പോലീസുകാർ മാത്രമേ പുഴുക്കുത്തുക്കൾ എന്ന് പറയുന്നതാണ് അതിനകത്തുള്ളത്. ആകെ കുറച്ചുപേര് മാത്രമേ നല്ല നന്മ മരങ്ങളുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പച്ചയ്ക്ക് വിളിച്ച് പോലീസിന്റെ അടുത്ത് ഭരിക്കുന്നവർ പറഞ്ഞാൽ പോലീസ് നന്നാകുള്ളൂ. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നുമല്ല, ബ്യൂറോക്രസിയിലാണ് കുഴപ്പം. അവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യണമെന്നുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരിയ്ക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. ഇത് ഒരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ല. പോലീസിന് വിളിക്കാം, കാര്യങ്ങൾ അന്വേഷിക്കാം. ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രം പോലീസ് തലയിട്ടാൽ മതി. അതിനുള്ള ഡയറക്ഷൻ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിന് കൊടുത്തിട്ട് മാസങ്ങളായി. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ചില പരാമർശങ്ങൾ, അവരെ സിവിൽ ഡിസ്പ്യൂട്ട്സിൽ ഇടപെടാൻ അധികാരപ്പെടുത്തുന്ന പരാമർശങ്ങൾ പോലീസ് വെബ്സൈറ്റിൽ സിറ്റിസൺസ് ചാർട്ടറിലെ പാരഗ്രാഫ് 5 നീക്കം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഡയറക്ഷൻ കൊടുത്തിട്ട് പോലും പോലീസ് അത് ചെയ്തിട്ടില്ല. നിയമവിരുദ്ധമായിട്ട് കോടതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വെബ്സൈറ്റിൽ കോടതി പറഞ്ഞതിനെതിരെ എഴുതി വെച്ചിരിക്കുക. അതിന്റെ മറവിലാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള കക്ഷിക്ക് വേണ്ടി പോലീസ് എന്ത് നെറുകേട് കാണിക്കുന്നത്. അതാണ് ഇവിടെ മാറ്റാനുള്ളത്. പോലീസ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത്തരം ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തല്ല തീർക്കേണ്ടത്. ഇത്തരം ഒരു പരാതി തീർക്കാനായിട്ട് ആ നടിക്ക് അവരുടെ തന്നെ ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ, അവിടെ കൊടുത്ത് രമ്യമായിട്ട് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അതല്ല. ഇവിടെ ഒരു കൊയേഴ്സീവ് എലിമെന്റ് ഉണ്ട്, ഇവിടെ ഭീഷണിയുടെ സ്വരമുണ്ട്, ഇവിടെ ഭയപ്പെടുത്തലുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ എഴുതി ഒപ്പിടിക്കുന്നത്. അതെ ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടി ഞാൻ അപ്പോളജൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതെ ഞാൻ തെറ്റ് ചെയ്യാത്തതിന് ഞാൻ അപ്പോളജൈസ് ചെയ്ത് അവസാനം നിർബന്ധിച്ചാണ് ഇത്രയെങ്കിലും സമ്മതിപ്പിച്ചത്. അതെ ആത്മാഭിമാനമുള്ള ഒരു കുട്ടിയായതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത് ഞാൻ ഇങ്ങനെ എഴുതും, മാപ്പ് പറയണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതെ നിരുപാധിക മാപ്പ് പറയണം. ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ SHO പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ അതെ അപ്പൊ CCTV ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ തെളിവുണ്ടായിരുന്നു. പക്ഷെ CCTV ക്യാമറയുടെ അഭാവം പറഞ്ഞിട്ട് ആ SHOയ്ക്ക് രക്ഷപ്പെടാനൊന്നും നോക്കൂല. അതെ ആ SHO എന്തിനീ കുട്ടിയെ വിളിച്ചു വരുത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ കുട്ടിയുടെ ഫോണിൽ ആ SHOയുടെ കോൾ റെക്കോർഡുണ്ട്. അതെ എന്തിന് ബന്ധപ്പെട്ടു? എന്ത് ധൈര്യത്തിൽ അവർ ഈ കേസിൽ ബന്ധപ്പെട്ടു? അവർക്ക് ആരെ അധികാരം നിയമപരമായി കൊടുത്തു? അവരുടെ മേലാളന്മാര് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കൊലപാതകം ചെയ്യൂ? അതെ അവരെ അങ്ങനെ അധികാരപ്പെടുത്തി ഏത് നിയമത്തിന്റെ പിൻബലത്തിൽ അവർ ഈ കുട്ടിയെ വിളിച്ചു? കേരള പോലീസ് ആക്ടിലോ BNSSലോ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവരെ അധികാരമുണ്ട്? കോടതി നടപടികൾ ഇതുപോലത്തെ ഉദ്യോഗസ്ഥര് നേരിടും. പക്ഷേ ക്രിമിനൽസിനോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവർക്കെതിരെയുള്ള തെളിവ് ശേഖരിച്ച്, അവരെ അടിക്കാനും തല്ലാനുമല്ല, തെളിവ് ശേഖരിച്ച് കോടതിയുടെ മുമ്പിൽ അവരെ ഹാജരാക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. സർ ഒരു ചോദ്യം കൂടി. ആ അപ്പോ തീർച്ചയായിട്ടും കേരളത്തില് സ്ഥിരമായിട്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അൻസിബ എന്ന കുട്ടി അത് വളരെ ആർജവത്തോടെ അല്ലെ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണല്ലോ ഇത്രത്തോളം ഒരു മാധ്യമ ഹൈപ്പ് കിട്ടിയതും ഇത്രത്തോളം ആൾക്കാർ ഇതിൽ ഇടപെട്ടതും ഒക്കെ തന്നെ. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അൻസിബ എന്ന് പറയുന്ന ആ കുട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഒരുപാട് പേര് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പോലീസ് പുരുഷനും സ്ത്രീ ദുരനുഭവം നേരിടേണ്ടി വരുന്ന ഒരുപാട് പേര് ഈ സമീപകാലത്ത് തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് ഒരു SHO പറഞ്ഞത് നിന്നെ ഞാൻ ബലാത്സംഗ കേസിൽ മൊളസ്റ്റേഷൻ കേസിൽ പ്രതിയാക്കി അകത്താക്കും പറയുന്നത് കേട്ടില്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. കാലില്ലാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ വിളിച്ചു വരുത്തി പറഞ്ഞിരിക്കുന്നതാണ്. ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നിത്യേന പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ഇത് പരസ്യമായിട്ട് പറഞ്ഞതിന് ആ കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. നിയമസാധ്യതകളും വകുപ്പുകളും ഒക്കെ കേട്ടല്ലോ. നിങ്ങൾ ഈ ചാനലിൽ പോയി സബ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഈ അൻസിബ വിഷയം മാത്രമല്ല, വേറെ പല കാര്യങ്ങളും പല വിഷയങ്ങളും വകുപ്പുകളും നിയമത്തിന്റെ വശങ്ങളും ഒക്കെ ആ ചാനലിൽ പറയുന്നുണ്ട്. ഓക്കെ, കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒക്കെ കാണുക. ഓക്കെ, നമ്മുടെ വിഷയം ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ സുഖമല്ലേ? അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അൻസിബയ്ക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള ചാൻസ് കുറവാണെന്നും പറയുന്നുണ്ട്. എന്തായാലും കിട്ടണം. ഏതറ്റം വരെ പോയിട്ടായാലും കിട്ടണം. അതുവരെ എത്തണം. ഇവളെയൊന്നും വെറുതെ വിടല്ല. ആരെ? ലക്ഷ്യപ്രിയെ എന്നെയൊന്നും വെറുതെ വിടല്ലേ. 20 ലക്ഷം ഒരു പ്രൊഡ്യൂസറിനെ തട്ടിപ്പ് നടത്തിയിട്ട് ഇരിക്കുക കൊച്ചു ഗള്ളി. എന്നിട്ട് സംഘടനയിൽ നേതാവ് പോലും. സംഘടനയും കൊള്ളാം, ചങ്കടനിക്കണവരും കൊള്ളാം. താമസിയാതെ തന്നെ അമ്മ സംഘടനയിലെ എല്ലാത്തിനെയും പിരിച്ചുവിട്ട് വീണ്ടും ആണുങ്ങൾ അധികാരത്തിൽ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ശുഭദിനം. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാക്കണ്ടേ? വരാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.